കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് 24 ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു. 24-നൊപ്പം തുടരാൻ റിമോട്ടിൽ ചാനൽ 19 അമർത്തുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നടുക്കുന്ന വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ ഒരിക്കൽ അമ്മ എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കപ്പെട്ട അന്തരിച്ച നടൻ തിലകന്റെ മകൾ സോണിയ തിലകൻ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു. തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ, മോശം അനുഭവങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വിശദീകരിച്ചുകൊണ്ടാണ് അവർ എന്തുകൊണ്ടാണ് സംഘടനകൾ നിശബ്ദരായി ഇരിക്കുന്നത് എന്ന ചോദ്യം മുന്നോട്ട് വെച്ചത്. സ്വാധീനമുള്ള നടനിൽ നിന്ന് ഒരിക്കൽ ഉണ്ടായ മോശം അനുഭവം അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു. മോളെ എന്ന് വിളിച്ചയാൾ തന്നെ റൂമിലേക്ക് ക്ഷണിച്ച ഒരു ദുരനുഭവം തനിക്കുണ്ടായി എന്നും സിനിമയുടെ ഭാഗമാകാതിരുന്ന തനിക്ക് പോലും ഇതായിരുന്നു അവസ്ഥയെങ്കിൽ സിനിമയിൽ മുഖം കാണിക്കാൻ എത്തുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് സോണിയ തിലകൻ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ അമ്മ പോലെയുള്ള സംഘടനകൾ വൈകുന്നു? സിനിമാ മേഖലയിലുള്ള മോശം പ്രവണതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്ന തൻ്റെ അച്ഛനെതിരെ നടപടിയെടുക്കാൻ തുനിഞ്ഞ അമ്മയിലെ സംഘാടകർ എന്തുകൊണ്ടാണ് ഇത്ര ഗുരുതരമായ ആരോപണങ്ങളിൽ മൗനം പാലിക്കുന്നത് എന്ന ചോദ്യമാണ് സോണിയ തിലകൻ ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ പ്രശ്നത്തിൽ എന്തുകൊണ്ട് മറ്റ് ഇതര സംഘടനകൾ മിണ്ടാതിരിക്കുന്നു, അനങ്ങാതിരിക്കുന്നു എന്ന ചോദ്യവും സോണിയ തിലകൻ ഉന്നയിക്കുന്നുണ്ട്. കോൺക്ലേവ് നടത്തി പ്രശ്നം രമ്യതയിൽ പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഇനിയും മറ്റു പലർക്കും ഉണ്ടാകുമെന്നും ഇതുപോലെ സിനിമയെ അടക്കി വാഴുന്നവരുടെ കൈകളിൽ തന്നെയാകും തുടർന്നും സിനിമാ മേഖല നിൽക്കാൻ പോകുന്നതെന്നുമാണ് സോണിയ തിലകൻ നൽകുന്ന മുന്നറിയിപ്പ്. തനിക്ക് ആളുകളുടെ പേര് വെളിപ്പെടുത്താൻ മടിയില്ല, പക്ഷെ അതിനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല. ആ സമയത്ത് താൻ ഉചിതമായ സമയത്ത് പേര് വെളിപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് സോണിയ തിലകൻ മാധ്യമങ്ങളുമായി സംസാരിച്ചപ്പോൾ. ഹരികൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകാനുണ്ട്. ഹരി, ഇപ്പോൾ വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നടുക്കുന്ന വിവരങ്ങൾക്ക് പിന്നാലെ പല ആളുകളും, പല കലാകാരികളും അവർക്കുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ നടപടി വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ഇതുപോലെ സിനിമയ്ക്കകത്തുള്ള മോശം പ്രവണതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ്, പ്രതികരിച്ചതിൻ്റെ പേരിലാണ് തിലകൻ, അന്തരിച്ച മഹാനടൻ തിലകന് അമ്മയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നത്. ഇപ്പോൾ തിലകന്റെ മകൾ സോണിയ തിലകനും തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതേ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയല്ലേ? ഗോപി, അങ്ങനെ തന്നെ വേണം കരുതാൻ. അതായത് സോണിയ തിലകൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു സിനിമയിൽ അത്ര സജീവമായിട്ടുള്ള നടിയോ അല്ലെങ്കിൽ ആ തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒന്നുമല്ല, ഒരു മഹാനടൻ്റെ മകളാണ്. അവർക്ക് പോലും ഈ തരത്തിലൊരു ദുരനുഭവം, അതും മലയാള സിനിമയിലെ ഒരു ഉന്നത താരത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള തരത്തിലുള്ളൊരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിട്ടുള്ളത്. പലതരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. സഹപ്രവർത്തകൻ്റെ മകളെ ഈ തരത്തിൽ ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് സോണിയ തിലകൻ പറഞ്ഞത്. മാത്രവുമല്ല, തങ്ങളുടെ അച്ഛനെതിരെ ഉണ്ടായ ഒരു സംഘടനയാണ് അമ്മ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാള സിനിമയിലെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ഈ മാഫിയ സംഘം, അതുപോലുള്ള ചില ആളുകൾ, ഉന്നതരായ ആളുകൾ ഈ തിലകന്റെ കരിയറുമായി ബന്ധപ്പെട്ട് തിലകന് നിരന്തരമായി ഈ അവാർഡുകൾ മറ്റും ലഭിച്ചിരുന്ന സമയത്ത് അത്തരത്തിൽ ആ അവാർഡ് കുത്തക പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഘടന എന്നുകൂടിയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അച്ഛനോട് ചെയ്ത തെറ്റുകൾ, അച്ഛൻ അന്തരിച്ചതിന് ശേഷം അച്ഛനോട് ചെയ്ത തെറ്റുകൾ അത് മാപ്പാക്കണമെന്ന തരത്തിൽ തന്നെ ഫോണിൽ വിളിക്കുന്നു. അതിനുശേഷം റൂമിലേക്ക് വിളിച്ച് ഒരു മോശ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി അവർ വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പ്രസക്ത ഭാഗങ്ങൾ, അതായത് ഈ പേരുകൾ ഉൾപ്പെടെ മൊഴികൾ ഉൾപ്പെടെ അത് പുറത്തുവിടണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അതിൽ പലരുമുണ്ട്, അതൊക്കെ പുറത്തുവിടേണ്ടതാണ്, പൊതുസമൂഹം അറിയേണ്ടതാണ്. ഹരി, അതായത് സോണിയ തിലകൻ പറയുന്നത് പ്രധാനമായും, ഹരി, ഈ മൊഴി കൊടുത്ത ആളുകൾ ആരുടെയൊക്കെയാണ് മൊഴികൾ ഉണ്ടായിട്ടുള്ളത്? ആ മൊഴികളിൽ പറയപ്പെടുന്ന പേരുകൾ ആരുടേതൊക്കെയാണ്? ആർക്കൊക്കെതിരെയാണ് ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അവരുടെയൊക്കെ പേരുകൾ പുറത്തുവിടണം. അങ്ങനെ സുതാര്യമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം. ഒരു ഉടച്ചുവാർക്കൽ മലയാള സിനിമാ രംഗത്തെ ഈ ദുഷ്പ്രവണതകൾക്കെതിരെ ഉണ്ടാകണം. ഒരിക്കൽ മലയാള സിനിമയ്ക്കകത്തുണ്ടായിരുന്ന മോശം പ്രവണതകളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് തൻ്റെ അച്ഛൻ തിലകന് ഈ സംഘടന വിലക്കേർപ്പെടുത്തിയതും പിന്നീട് സംഘടനയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതും. ഒരു ഘട്ടത്തിൽ അമ്മ എന്ന സംഘടന രൂപീകരിക്കാൻ തന്നെ കാരണമായത് തിലകനെതിരായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിരുന്നു. അത് മറ്റു പല കാരണങ്ങളിൽ ഒരു കാരണം ജാതീയമായും അതുപോലെ തന്നെ മറ്റു പല കാരണങ്ങൾ കൊണ്ടും തൻ്റെ അച്ഛനെ ഒറ്റപ്പെടുത്താൻ നടത്തിയ നീക്കങ്ങളുടെ കൂടി ഫലമായിട്ടായിരുന്നു അമ്മ എന്ന സംഘടന രൂപീകരിച്ചത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തനിക്കും ഇതുപോലൊരു മോശം അനുഭവം മുൻപുണ്ടായിട്ടുണ്ട് എന്ന് സോണിയ തിലകൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. മോളെ എന്ന് വിളിച്ചയാൾ തന്നെ റൂമിലേക്ക് ക്ഷണിച്ച ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. സിനിമയുടെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും തനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ സിനിമയിൽ മുഖം കാണിക്കാൻ എത്തുന്നവരുടെ അനുഭവം എന്തായിരിക്കും എന്നാണ് സോണിയ തിലകൻ
തിലകൻ ചോദിക്കുന്നത്. കോൺക്ലേവ് നടത്തി പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെങ്കിൽ സിനിമയിലെ ഇത്തരം ദുഷ്പ്രവണതകൾ ഇനിയും തുടരും. ഇപ്പോൾ ആരൊക്കെയാണോ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ കൈകളിൽ തന്നെയായിരിക്കും മലയാള സിനിമ തുടർന്നും ഇതേ പ്രവണതകളുമായി മുന്നോട്ട് പോകാൻ പോകുന്നത് എന്ന മുന്നറിയിപ്പ് കൂടി സോണിയ തിലകൻ നൽകുന്നുണ്ട്. തനിക്കെതിരെ മോശം പ്രവൃത്തി ചെയ്ത ആളുകളുടെ പേരുകൾ ഉചിതമായ സമയത്ത് താൻ വെളിപ്പെടുത്തും എന്നും സോണിയ തിലകൻ പറഞ്ഞു. എന്താണ് ഇന്ന് സോണിയ തിലകൻ ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. സിനിമയ്ക്കകത്തുള്ള വ്യക്തികൾ എത്രത്തോളം അനുഭവിക്കുന്നു, സിനിമയുടെ അകത്ത് അല്ലാത്ത ഒരു വ്യക്തിയായ എനിക്ക് വന്ന ആ ഒരു മെസ്സേജുകളും റൂമിലേക്ക് ചെല്ലാനുള്ള വിളികളും എനിക്ക് വന്നെങ്കിൽ ഇതിനകത്തുള്ള പുതുമുഖങ്ങളായാലും അതല്ല വലിയ വലിയ നടികളായാലും അവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അതൊക്കെ ആ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടായ അതേ വിഷയം തന്നെ ഇതിനപ്പുറത്തുള്ള ഒരു വ്യക്തിക്കും ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അച്ഛനെ പുറത്താക്കിയതിൽ അച്ഛനോട് എനിക്ക് മാപ്പ് പറയണം, എനിക്ക് മോളോട് സംസാരിക്കണം. മോളെന്നാണ് എന്നെ വിളിച്ചത്. കാരണം ഞാൻ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ളവരാണ് അവരൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ഫോണിലൂടെ പറഞ്ഞാൽ പോരെ, അതിനെ നേരിട്ട് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ലല്ല, അത് അച്ഛൻ മരിച്ചതിന് ശേഷം. ഇതായിരുന്നു സോണിയ തിലകന്റെ പ്രതികരണം. ഇനി നമുക്ക് ന്യൂസ് ഈവനിംഗിലേക്ക് കടക്കാം. 15 അംഗ ക്രിമിനൽ മാഫിയ അടക്കി വാഴുന്നതടക്കം മലയാള സിനിമയിലെ നടുക്കുന്ന പിന്നാമ്പുറ കഥകൾ പുറത്തു കൊണ്ടുവന്ന ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അനങ്ങാതിരുന്നതിനുള്ള വിമർശനങ്ങൾ നേരിടുകയാണ് സംസ്ഥാന സർക്കാർ. ഇപ്പോൾ പരാതിക്കാരോ പരാതിക്കുള്ള സാഹചര്യങ്ങളോ ഇല്ലാതെ ആകാശത്ത് നിന്ന് FIR ഇടാനാകുമോ? ഇതായിരുന്നു മുൻ സിനിമാ മന്ത്രി AK ബാലന്റെ മറുചോദ്യം. സർക്കാരിന്റെ നിസ്സംഗതയിൽ പ്രതിപക്ഷം ഇന്ന് പൊട്ടിത്തെറി. ഇത്രയും വലിയ ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവാണ് നടത്തുന്നത്. ആരെയാണ് സാംസ്കാരിക മന്ത്രി വിഡ്ഢിയാകുന്നത്? ഇരകളോടൊപ്പമാണോ വേട്ടക്കാരുടെ ഒപ്പമാണോ സർക്കാർ? സർക്കാർ വേട്ടക്കാരുടെ ഒപ്പമാണ്. ആരെയാണ്, ആരുടെ സ്വകാര്യത കളയുമെന്നാണ്? ഇരകളുടെ സ്വകാര്യത കളയണ്ട. സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന് അറിഞ്ഞിട്ടും അതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു നടപടിയും എടുക്കാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി, അത് നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി ശ്രീ AK ബാലനാണെങ്കിലും ഇപ്പോഴത്തെ മന്ത്രി ശ്രീ സജി ചെറിയാനാണെങ്കിലും പിണറായി സർക്കാരിലെ ഈ 2 മന്ത്രിമാരും ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ് നടത്തിയിട്ടുള്ളത്. ലൈംഗിക ചൂഷണ മൊഴികളിൽ കേസെടുത്ത് നടപടി വേണം എന്ന നിലപാട് WCCക്ക് പോലും ഇല്ലാത്തതും വിചിത്രമാണ്. നടിമാർക്കെതിരായ ലൈംഗിക ചൂഷണത്തിൽ നിയമ നടപടിക്ക് വ്യക്തമായ ശുപാർശ നൽകിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം തുടരാൻ സർക്കാരിന് എത്ര നാൾ കഴിയും? ന്യൂസ് ഈവനിംഗ് ഇന്ന് ഈ വിഷയം പരിശോധിക്കുകയാണ്. പ്രേക്ഷകർക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് TB മിനി ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി നമ്മളോടൊപ്പം ചേരുന്നു, ഡബിംഗ് ആർട്ടിസ്റ്റ്. യൂത്ത് കോൺഗ്രസിലെ ശ്രീമതി വീണ S നായർ, അതോടൊപ്പം തന്നെ നിയമ വിദഗ്ധൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി എന്നിവരാണ് ഈ വൈകുന്നേരം നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും കണ്ടെത്തലുകളും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങളുമൊക്കെ നിർദ്ദേശങ്ങളുമൊക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. മലയാള സിനിമയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് പുറം ലോകം അറിയുകയാണ്, അതിൻ്റെ പിന്നാമ്പുറത്തെ കഥകൾ. പക്ഷെ ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഇത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം. ഇപ്പോൾ സ്ത്രീകൾക്ക് സിനിമാ രംഗത്ത് നേരിടുന്ന ലൈംഗിക ചൂഷണം അടക്കമുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ നിയമ നടപടി വേണം എന്ന് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് സർക്കാരിന്. 4.5 വർഷമായി ഈ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ലൈംഗിക ചൂഷണ പരാതിയിലെ മൊഴികൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇനിയും അതിൻ്റെ നിയമ നടപടികൾക്കുള്ള സാധ്യതകളുണ്ടല്ലോ. അങ്ങനെ നീങ്ങുകയല്ലേ സർക്കാർ ഇനി ചെയ്യേണ്ടത്? ഹേമ കമ്മിറ്റി മറ്റൊരു റിപ്പോർട്ട് കൂടി സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ മൊഴികളെല്ലാം തന്നിരിക്കുന്നവർ രഹസ്യമായിട്ടാണ് മൊഴി തന്നിരിക്കുന്നത്. അത് രഹസ്യമൊഴി ആയതുകൊണ്ട് തന്നെ ഇതിൽ നടപടിയെടുക്കാൻ സാധിക്കില്ല, ഇത് കോൺഫിഡൻഷ്യലായി വെക്കണം എന്നുകൂടി പറഞ്ഞൊരു റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. സർക്കാർ അതിൻ്റെ ബേസിൽ വീണ്ടും വിൻസെൻ്റ് പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇത് പുറത്ത് വിടാൻ പറ്റില്ല, ഇത് രഹസ്യമൊഴിയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച്, ഓർഡർ അനുസരിച്ച്
രഹസ്യമായി തന്ന മൊഴി ഒരിക്കലും ഇത് പുറത്ത് വിടാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് വളരെ നിശബ്ദമായി വെച്ചുകൊണ്ടിരുന്നത്. ഒടുവിൽ വിവരാവകാശ കമ്മീഷനാണ് ഇത് പുറത്ത് വിടണം എന്നൊരു നിർബന്ധം പറയുകയും അതിനോടൊപ്പം പിന്നെ കോടതിയും പറഞ്ഞു ഇത് പുറത്ത് വിടണം. പക്ഷേ അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ പ്രസക്തമായെന്ന് വെച്ചാൽ പേര് വിവരങ്ങൾ മാറ്റിവെക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ പേര് വിവരങ്ങൾ പുറത്ത് വിടരുത് എന്ന് പറയുന്നത് ഈ വിക്ടിംസിൻ്റെ അല്ലെങ്കിൽ മൊഴി കൊടുത്തവരുടെ പേര് വിവരങ്ങളും പുറത്ത് വിടരുത്, അല്ലെങ്കിൽ ഇവർ ആരെക്കുറിച്ചാണോ ഞങ്ങൾ പരാതി പറഞ്ഞവരുടെ പേര് വിവരം പുറത്ത് വിടരുതെന്ന് അവർ തന്നെ പറഞ്ഞു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ അവർ ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ള പേര് വിവരങ്ങൾ അതിൽ ഉണ്ട്. ആ പേര് വിവരങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എൻ്റെ ചോദ്യം, അന്നും ഇന്നും ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. ആരെക്കുറിച്ച് എന്ത് പറഞ്ഞു എന്നറിയാതെ എങ്ങനെയാണ് ഒരു നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്? ഇപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിൽ അഡ്വക്കേറ്റ് മിനി ഇരിക്കുന്നുണ്ട്. എനിക്ക് മിനിയോട് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. അതായത് എന്നോട് ഒരാൾ ഇത്തരത്തിൽ മോശമായി ലൈംഗികപരമായി സംസാരിച്ചു അല്ലെങ്കിൽ പെരുമാറി എന്ന് ഞാൻ മിനിയുടെ മുൻപാകെ വന്ന് പറയുന്നു. ഒരിക്കലും എൻ്റെ പേര് പുറത്തു വരരുത്, പക്ഷെ അയാൾക്കെതിരെ നിങ്ങൾ കേസെടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് രീതിയിലായിരിക്കും കോടതിയിൽ ആ കേസ് മുമ്പോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കോടതിയെ സംബന്ധിച്ച് വാദിയും പ്രതിയും കോടതിക്ക് ഒന്ന് തന്നെയാണ്. ഈ കിട്ടുന്ന ഫൈൻഡിങ്സ് അല്ലെങ്കിൽ തെളിവുകൾ വെച്ചുകൊണ്ടാണല്ലോ നമ്മൾ കേസ് എപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം തന്നെ എത്രയോ കേസുകൾ തെളിവില്ല എന്നും പറഞ്ഞ് കോടതി തള്ളുന്നുണ്ട്. എത്രയോ കേസുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എന്ന് പരാമർശിച്ചുകൊണ്ട് തന്നെ വിധിയും പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മൊഴി കൊടുത്ത 62 പേര്, എനിക്ക് വേറൊരു കാര്യം വ്യക്തിപരമായിട്ട് പറയാനുള്ള, മലയാള സിനിമയിൽ ഇത്രയധികം സ്ത്രീകൾ ഉണ്ടായിട്ടും 62 പേർ മാത്രമാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്ത്രീകളെയൊന്നും ഇവർ സമീപിച്ചിട്ടില്ല. കാരണം ഞാൻ തന്നെ എത്രയോ സ്ത്രീകളുടെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിരുന്നു. അവരെ വിളിക്കൂ, ഞാൻ അവരോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങളെ അവർ സമീപിച്ചിരുന്നോ? ആരെയും സമീപിച്ചിട്ടില്ല. ഫെഫ്ക സംഘടനയുടെ ഒരു 2 ആഴ്ച മുമ്പ് നടന്ന മീറ്റിങ്ങിൽ ഒരുപാട് സ്ത്രീകൾ പരാതി പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്കൊക്കെ സംസാരിക്കണം എന്ന്. അതായത് ലൈംഗികപരമായ വിഷയങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള, ഭക്ഷണത്തിൽ കാണിക്കുന്ന, താമസ സൗകര്യത്തിൽ കാണിക്കുന്ന വിവേചനങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് പറയണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെയൊന്നും സമീപിച്ചിട്ടില്ല. 62 പേരാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി സർക്കാർ രൂപീകരിച്ചപ്പോൾ ഇത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ചരിത്രമാണ്. അത് നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം ഇവിടെയുള്ള എത്രയോ ഭാഷ മറ്റ് സംസ്ഥാനങ്ങളിലെ സിനിമകളിലും മാത്രമല്ല സ്ത്രീകൾക്കെതിരെ എല്ലായിടത്തും തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റം എല്ലാ തൊഴിലിടങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതേപോലെ രാഷ്ട്രീയത്തിലുണ്ട്, മറ്റ് സർക്കാർ തലത്തിലുണ്ട്, മറ്റ് പല മേഖലകളിലുമുണ്ട്, സിനിമയിലുമുണ്ട്. ഒരിക്കലും ഞാനത് നിഷേധിക്കില്ല. ഇത് മറ്റു ഭാഷകളിൽ ഒന്നും ചെയ്യാത്തൊരു കാര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഹേമ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ, WCC രൂപീകരിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ച ഒരാളാണ് ഞാൻ. കാരണം ഒരുപാട് സ്ത്രീകൾക്ക് തങ്ങൾക്ക് ഈ രംഗത്ത് നേരിടേണ്ടി വരുന്ന അനുഭവങ്ങൾ പറയാനും അതിൽ ഒരു മാറ്റം വരണം. പല സ്ത്രീകളും അതുകൊണ്ടായിരിക്കുമല്ലോ പേര് പറയാത്തത്. എന്റെ പേര് പുറത്തു വരരുത് എന്നവർ പറയുന്നത്. ഞാൻ എൻ്റെ ചോദ്യം കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാണ്. അതായത് താങ്കൾ പറഞ്ഞത് സാങ്കേതികമായി നിയമപരമായി ഇതെങ്ങനെ സാധിക്കും? കാരണം പരാതിക്കാരുടെ അവരുടെ അനോണിമിറ്റി കീപ്പ് ചെയ്യുകയാണ്, അവരുടെ സ്വകാര്യത കീപ്പ് ചെയ്യുന്നു. ആരെക്കുറിച്ചാണോ പരാതി പറഞ്ഞത് അവരുടെ വിവരങ്ങൾ വരുന്നില്ല, ഏത് സാഹചര്യത്തിലാണ് എന്നതിൻ്റെ വിശദാംശങ്ങളില്ല. ഇതൊന്നുമില്ലാതെ ഒരു കേസ് എങ്ങനെ നിലനിൽക്കും എന്നതാണ് താങ്കൾ ചോദിച്ച സാങ്കേതികമായ ചോദ്യം. അതിന് മറുപടി പറയാൻ അഭിഭാഷകയായ ശ്രീമതി TB മിനി നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് മിനി മാഡത്തിനോട് ചോദിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല. ഞാൻ ചോദിക്കുന്നത് ഇത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ലൈംഗിക ചൂഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത് സാമ്പത്തിക കാര്യങ്ങളിലായാലും അതല്ലെങ്കിൽ ഭക്ഷണം, താമസം പോലെയുള്ള കാര്യങ്ങളിലായാലും സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത്, സംസ്ഥാന സർക്കാർ
4.5 വർഷമായി കയ്യിൽ കിട്ടിയ റിപ്പോർട്ടിൽ നിയമ നടപടികൾ വേണമെന്ന് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെ നിന്നാൽ മതിയോ, ഇങ്ങനെ പ്രതികരിച്ചാൽ മതിയോ, ഈ സമീപനം സ്വീകരിച്ചാൽ മതിയോ എന്നാണ്. അതായത് നിയമ നടപടികൾക്കുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതിലേക്ക് കടക്കണ്ടേ? ആ അഭിപ്രായം ശ്രീമതി ഭാഗ്യലക്ഷ്മിക്കുണ്ടോ? ഈ ഇരയാക്കപ്പെട്ടവരുടെ നീതി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ച്. തീർച്ചയായിട്ടും നിയമ നടപടികളിലേക്ക് പോകണം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ആരാണ് പരാതി കൊടുത്തത് എന്ന കാര്യം വ്യക്തമാക്കണം. അത് മാധ്യമങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കണ്ട, സമൂഹത്തിന് മുമ്പിൽ വ്യക്തമാക്കണ്ട, കോടതിയിൽ നിയമ നടപടിയുമായി മുൻപോട്ട് പോകുമ്പോൾ വ്യക്തമാക്കണോ വേണ്ടയോ? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരാൾക്കെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ഇയാൾ എനിക്കെതിരെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ആരാണ് പറയുന്നത് എന്നുള്ളത് കോടതിക്ക് പ്രസക്തമല്ലേ എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ചോദ്യം. അല്ലാതെ ശക്തമായ നടപടി തന്നെ എടുക്കണം. അവർക്കെതിരെ പോലീസ് സ്റ്റേഷൻ അപ്പം തന്നെ അവർക്കെതിരെ FIR എടുക്കണം, അതിനുശേഷം കോടതിയിലേക്ക് പോകണം. ഇതെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ചെയ്യണമെങ്കിൽ ഇന്നലെ മന്ത്രി പറഞ്ഞു ഒരാൾ മുൻപോട്ട് വരട്ടെ, തീർച്ചയായും ശക്തമായ നടപടി എടുത്തിരിക്കും. ഇവരെല്ലാം താങ്കൾ പറഞ്ഞത് ഇപ്പോൾ വളരെ ക്ലിയർ ആയി. അതായത് താങ്കൾ പറഞ്ഞത് നടപടി വേണം, പക്ഷെ ഇതെങ്ങനെ സാധ്യമാകുമെന്നാണ്. അഡ്വക്കേറ്റ് TB മിനി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പല ആളുകളോടും ഞങ്ങൾ തന്നെ പ്രതികരണം ചോദിക്കുമ്പോൾ പല കാര്യങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധരായിട്ടുള്ള, അതിന് തൻ്റെ ഇടമുള്ള ഈ സിനിമാ രംഗത്തുള്ള ചലച്ചിത്ര പ്രവർത്തകർ അവർ തന്നെ പറയുന്നത് പേര് വിവരങ്ങൾ പുറത്തു വരട്ടെ എന്നിട്ട് ഞങ്ങൾ പ്രതികരിക്കാമെന്നതാണ്. ഇപ്പോൾ കോടതി പറയുന്നു, അതുപോലെ വിവരാവകാശ കമ്മീഷൻ പറയുന്നു ഇവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണമെന്ന്. എൻ്റെ ഒരു ന്യായമായ സംശയമാണ്, ഈ പരാതിക്കാരിൽ ആരെങ്കിലും ഒരാൾ കോടതിയെ സമീപിച്ചാൽ അവർക്ക് ഈ മൊഴിയുടെ പൂർണ്ണമായ വിവരങ്ങൾ കൈമാറേണ്ടി വരില്ലേ? മൊഴിപ്പട്ടിക അടക്കമുള്ള പൂർണ്ണമായ വിവരങ്ങൾ അവർക്ക് കൈമാറേണ്ടി വരില്ലേ? ആ കാലത്തേക്ക് മാത്രമുള്ളതല്ലേ നമ്മൾ ഈ പറഞ്ഞ സ്വകാര്യത, അനോണിമിറ്റി എന്ന് പറയുന്നത്? പിന്നെ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇതിനു മുൻപ് ഞങ്ങൾ DGPക്ക് ഇത് പരിശോധിക്കാൻ വേണ്ടി സർക്കാർ നിർദ്ദേശപ്രകാരം നൽകിയിരുന്നു. ഊരും പേരുമില്ലാത്ത പരാതികൾ എങ്ങനെ നടപടി എടുക്കാനാണ് എന്നാണ് അത്ര അന്ന് DGP സർക്കാരിനോട് ചോദിച്ചത്. അതേ ചോദ്യമാണ് മുൻ മന്ത്രി ശ്രീ AK ബാലനും ഇന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണമായി പറഞ്ഞിരിക്കുന്നത്. ആ തടസ്സമുണ്ടോ അഡ്വക്കേറ്റ് TB മിനി? അയ്യോ, കേൾക്കുന്നില്ലല്ലോ ശ്രീമതി TB മിനി, താങ്കൾ പറയുന്നത് മ്യൂട്ടായി പോയോ? കൽക്കട്ടയില് ഒരു ലേഡി ഡോക്ടറെ റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടു. ആരാണ് പരാതിക്കാരി ഉണ്ടാവോ? കേസെടുക്കുന്നത് ആരായിരിക്കും? സർക്കാരാണ്. ഇപ്പോ പോക്സോ ആക്ട് പ്രകാരം ഈ സമൂഹത്തിലെ അച്ഛൻ, അമ്മ തുടങ്ങി ഏതൊരു അല്ലെ സ്കൂളിലെ ടീച്ചർ, കൗൺസിലിംഗ് സെന്ററിലെ ആളുകള് ആർക്കാണോ ഈ വിവരം കിട്ടുന്നത്, അയൽക്കാര് ആർക്കാണോ വിവരം കിട്ടുന്നത്, ആ ആളുകൾ ഇൻഫർമേറ്റർ ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടണം. അല്ലെങ്കിൽ അവര് കൃത്യമായിട്ടുള്ള അധികാരികളെ അറിയിക്കണം. അധികാരികളെ അറിയിച്ചില്ല എങ്കിൽ പോക്സോ ആക്ട് പ്രകാരം അറിയിക്കാത്തവർക്കെതിരെ ഇവിടെ കേസെടുക്കാനായിട്ടുള്ള വകുപ്പുണ്ട്. ഇപ്പോ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടായി. ബോംബ് ബ്ലാസ്റ്റില് ആരാ പരാതിക്കാരനാവണത്? സർക്കാർ അപ്പൊ തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നു അല്ലെ? അപ്പോ ഒരു സർക്കാരിന്റെ ഒരു ബോഡിക്ക് ഒരുപാട് സ്ത്രീകൾ തങ്ങളുടെ എതിരായിട്ടുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിത്ത് എവിഡൻസ് മൊഴി കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേര് എന്തിനാണ് വെളിപ്പെടുത്തുന്നത്? അല്ലെങ്കിൽ സുപ്രീം കോടതി വിധി പ്രകാരം വിക്ടിംസിന്റെ പേര് വെളിപ്പെടുത്താൻ ഇവിടെ റൈറ്റ് ഇല്ല. അപ്പൊ വിക്ടിംസിന്റെ പേര് വെളിപ്പെടുത്താതെ തന്നെ, വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് നടപടി എടുക്കുക എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇവിടെ എല്ലാവരും വെളിപ്പെടുത്തുക എന്നതിനെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിപ്പെടുത്തണം എന്ന് ആര് പറയണു? വെളിപ്പെടുത്തണ്ട. പക്ഷെ നടപടി അത് സർക്കാരിന് എടുക്കുന്നതിന് ഇവിടെ യാതൊരു തടസ്സവുമില്ല. ഈ വിക്ടിം, ഞാൻ വേറൊരു കേസ് പറയാം. മഹാരാഷ്ട്രയില് 250 പെൺകുട്ടികളെ റേപ്പ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വനിതാ IPS ഓഫീസറെ സ്പെഷ്യൽ ആയിട്ട് നിയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ മുഴുവൻ വിക്ടിമിന്റെ അടുത്ത്, ആദ്യമൊക്കെ ഈ വിക്ടിമിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ 7 അയലക്കത്ത് അവർക്ക് എടുക്കാൻ കഴിയണ്ടായിരുന്നില്ല. അവരുടെ ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവര് 7 അയലക്കത്ത് അവര് അടുപ്പിക്കില്ലായിരുന്നു. സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി
ഈ വിക്ടിംസിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സപ്പോർട്ടും നൽകി അവരെ എല്ലാ തരത്തിലും സംരക്ഷിച്ചുകൊണ്ട് അവരിൽ നിന്ന് മൊഴി എഴുതി രേഖപ്പെടുത്തി വാങ്ങി ആ മുഴുവൻ അത് ഏറ്റവും കൂടുതൽ കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഒക്കെ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ആളുകളാണ്. അവർക്കെതിരെ മൊഴി എഴുതി വാങ്ങി FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി അവരെ തുറങ്കലടച്ച്. ഇന്ത്യയിൽ ഉണ്ടായുള്ള സംഭവം അത്. യഥാർത്ഥത്തിൽ സർക്കാർ എന്തെങ്കിലും നോക്കിയിട്ട് ഈ റിപ്പോർട്ട് നമ്മൾ പുറത്തുവിടണമെന്ന് പറയണുണ്ടോ? ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, മന്ത്രിമാര്, അവരുടെ കയ്യിൽ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് ഇതിൽ കൂടെ ഒന്ന് കടന്നു പോയിട്ടുണ്ടോ? ഈ 2000 പേജുള്ള അല്ലെങ്കിൽ 5000 പേജുള്ള എത്ര പേജാന്ന് നമുക്കിപ്പോ കൃത്യമായിട്ട് അറിയില്ല. പല കണക്കുകളാണ് പറയുന്നത്. ഏതൊക്കെ പേജുകൾ എവിടെ പോയി എന്ന് പറയില്ല. ഇതിന്റെ ഒറിജിനൽ റിപ്പോർട്ട് എവിടെ? അതുപോലും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഈ ഒറിജിനൽ റിപ്പോർട്ട് ഇരുന്ന് കഷ്ടപ്പെട്ട് ഒന്ന് വായിച്ചു നോക്കണ്ടേ? അദ്ദേഹം അത് വായിച്ചിട്ടില്ല. അഡ്വക്കേറ്റ് ടി. മിനി വായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ചില റെക്കമെൻഡേഷൻസ് വന്നത് മാത്രമേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലേ? അതും പെട്ടിട്ടില്ല. അതും അദ്ദേഹം മുഴുവനായിട്ട് വായിക്കാം. സമയമില്ല വായിക്കാനായിട്ട്. അപ്പൊ അവർക്ക് വേറെ ഒരുപാട് ജോലികളുണ്ട്. ഇതുപോലുള്ള സ്ത്രീകളുടെ ഈ വക വിഷയങ്ങളൊന്നും അന്വേഷിച്ച് നടക്കലല്ല അവരുടെ പണി. അപ്പൊ അതുകൊണ്ട് അവരത് വായിച്ചിട്ടില്ല. അവര് ഏതോ ഒരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു. ആ ഉദ്യോഗസ്ഥൻ ആളുടെ വീട്ടിൽ കൊണ്ടുപോയി മെമ്മറി കാർഡ് ഒളിപ്പിച്ചതുപോലെ സൂക്ഷിച്ചു വെച്ചതൊക്കെയാണെന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. അത് ആ ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ വെക്കേണ്ട ഒരു സാധനമാണ് ഈ റിപ്പോർട്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്യുന്നു. നമ്മളുടെ നിർഭാഗ്യം ഇത്തരം ആളുകളെ പിന്നെയും ഇദ്ദേഹത്തിന്റെയൊക്കെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി നിങ്ങൾക്ക് മൈക്കുമായി പോകേണ്ടി വരുന്നത്. കാരണം ഇത്രയും ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെ എങ്ങനെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യണത്? അവർ പറയണതിൽ യാതൊരു ന്യായവുമില്ല. തമ്പി സാർ വന്നിട്ടുണ്ട്. തമ്പി സാറോട് ചോദിച്ചു നോക്ക്. ക്രിമിനൽ അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിന് ഒരു സ്ത്രീ വിത്ത് എവിഡൻസ് ആണ് മൊഴി അവർക്ക് ഈ പോലീസിന്റെ ആണോ മൊഴി കൊടുക്കേണ്ടത്, അവർക്ക് മജിസ്ട്രേറ്റിന്റെ അടുത്താണോ മൊഴി കൊടുക്കേണ്ടത്, ഒന്നും അറിയില്ല. അവർക്കുണ്ടായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ഒരു അവസരത്തിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ ബോഡിയിൽ കൊണ്ടുവന്ന് അവരുടെ പരാതി കൊടുത്തു, തെളിവ് കൊടുത്തു, ചില ആളുകളുടെ വാട്സപ്പ് മെസ്സേജുകൾ കൊടുത്തു, ചില ആളുകളുടെ അല്ലാതെ ഓറൽ ആയിട്ടുള്ള അവരുടെ സംഭാഷണങ്ങൾ കൊടുത്തു. ഇതൊക്കെ CD ആക്കി അടക്കം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കുന്ന കേസിൽ തമ്പി സാറിനോ എനിക്കോ ഭാഗ്യലക്ഷ്മിക്കോ ആർക്കോ വീണയ്ക്കോ ഒന്നും ഇത് അറിയേണ്ട ആവശ്യമില്ലെന്നേ. പക്ഷെ സർക്കാരിന് ഇത് അറിയണം. ഇതും നടപടിയെടുക്കാൻ യാതൊരു തരത്തിലുള്ള കുഴപ്പവും അവർക്കില്ല. പക്ഷെ ഒറ്റ കാര്യം, വിക്ടിമിന്റെ പേര് പുറത്താക്കേണ്ട കാര്യമില്ല. വിക്ടിമിനെ നേരിൽ കണ്ട് അവർക്ക് അവരുടെ പരാതിയുമായി അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിന് എവിടെയാ തടസ്സം? അവര് ഒരു പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ആ പരാതി വിത്ത് തെളിവാണ് കൊടുത്തിരിക്കുന്നത്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കണ്ടേ, നിങ്ങൾ ഇതിന്റെ ഏതെങ്കിലും ആളുകൾ തയ്യാറാവുമല്ലോ, നിങ്ങൾ ഇതിന്റെ പരാതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ ടീമിനെ, ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനെ സർക്കാർ ഇക്കാര്യത്തിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ശരി മിനി മാഡം, ഞാൻ വരാം. ശ്രീമതി വീണ, ഈ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ഇതിനു മുൻപും പറഞ്ഞിട്ടുള്ളത് സ്ത്രീ പീഡന പരാതികളിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിൽ സുശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പ്രാപ്തിയുള്ള, അതിന് തൻ്റെ ഇടം കാണിക്കുന്ന, അതിന് മറ്റാരുടെയും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുന്ന ഒരു സമീപനം ഈ സർക്കാരിനുണ്ടെന്നുള്ളതാണ്. അവരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട അവകാശവാദമാണ് അത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന നടന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് സർക്കാർ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ പ്രതിപക്ഷം ഇപ്പോൾ സർക്കാരിന് മേൽ ചാർത്തുന്ന പ്രധാനപ്പെട്ട ഒരു കുറ്റം, ഈ ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരുടെ സ്വകാര്യതയും അവരുടെ അവകാശവും സംരക്ഷിക്കാൻ സർക്കാർ നിന്നു എന്നാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്? സത്യത്തിൽ ഇന്ന് രാവിലെ തൊട്ട് വിവിധ വാർത്താ ചാനലുകളിൽ പല പ്രമുഖരുടെയും ബൈറ്റ് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയാകട്ടെ, മുൻ സിനിമാ മന്ത്രിയാകട്ടെ, ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നടൻ കൂടിയായിട്ടുള്ള മന്ത്രിയാകട്ടെ, BJPയുടെ തെരഞ്ഞെടുക്കപ്പെട്ട MP കേന്ദ്രമന്ത്രിയായിട്ടുള്ള വ്യക്തിയാകട്ടെ, നിങ്ങൾ ഈ ആളുകളുടെ ഒക്കെ ഒരു റെസ്പോൺസ് ഒന്ന് എടുത്ത് വെച്ചൊന്ന് പരിശോധിക്കണം. സത്യത്തിൽ ഈ രാഷ്ട്രീയക്കാരായി നിൽക്കുന്ന പലരും, നമ്മുടെ മന്ത്രിമാരായിരിക്കുന്നവർ പോലും സിനിമാ താരങ്ങളെ വെല്ലുന്ന അഭിനയ പ്രഹസന മുഹൂർത്തങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ നമ്മുടെ ചാനലുകളിൽ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞാൻ വളരെ ആശങ്കയോടുകൂടി പറയാണ് 2016 പിണറായി സർക്കാർ വരുന്നതായാലും 2021 രണ്ടാം പിണറായി സർക്കാർ വരുന്നതായാലും സ്ത്രീ ശാക്തീകരണം, സ്ത്രീ മുന്നേറ്റം, സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി. ഓർമ്മയുണ്ടാവുക ഒരു പഞ്ച് ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്, തലയണയ്ക്കടിയിൽ ഒരു സ്ത്രീക്കും വാക്കത്തിയൊന്നും വെച്ചിവിടെ ഉറങ്ങേണ്ടി വരില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇന്ന് ഒരു മന്ത്രി തന്നെ പറയുന്നത്, ഇതുപോലുള്ള പല പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. ഈ ഭൂമിയിൽ സൂര്യന് താഴെ ഭൂമിക്ക് മുകളിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രതികരിക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നടൻ കൂടിയായിട്ടുള്ള മന്ത്രിക്ക് ഈ വിഷയത്തിൽ യാതൊന്നും പ്രതികരിക്കാനേ ഇല്ല. 4.5 വർഷത്തിലധികം സുപ്രധാനമായ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ സർക്കാരിനുണ്ടായ താല്പര്യം എന്താണ്? ഈ സിനിമയിലെ ഞാൻ സംശയിക്കുന്നു, നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു റിപ്പോർട്ടുണ്ടല്ലോ, 296 പേജ് വരുന്ന റിപ്പോർട്ടിൽ ഏതാണ്ട് 10-61 പേജിലെ സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ പൊതു സമൂഹത്തിലേക്ക് ഇത് തുറന്നു വിട്ടിരിക്കുന്നത്. ഇതിൽ ഈ സ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തുന്നവർ അത് ആരാണെങ്കിലും കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗോവിന്ദചാമിമാരായിട്ട് മാത്രമേ അവരെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുള്ളൂ. ഗോവിന്ദചാമിയെക്കാളും ക്രൂരമായിട്ടുള്ള മാനസികാവസ്ഥയുള്ളവരാണ് ഇവരിൽ പലരും എന്നുള്ളത് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, സ്ത്രീക്ക് അവൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അത് പ്രതികരിക്കാൻ പറ്റുന്നില്ല. ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് സ്ത്രീകൾ ലെഫ്റ്റായി പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് എത്ര ടെറിഫിക് ആണ്, എത്ര ഹൊറിബിൾ ആണെന്നുള്ളതൊന്ന് ആലോചിക്കുക. 4.5 വർഷമായിട്ട് ഈ റിപ്പോർട്ട് ആരെ സംരക്ഷിക്കാൻ, ആരുടെ പേര് ഈ സമൂഹത്തിൽ നന്നായിട്ട് നിലനിർത്താനാണ്, ആരെ നല്ല കുഞ്ഞുങ്ങളായിട്ട് നിലനിർത്താനാണ് സർക്കാർ പൂഴ്ത്തിവെച്ചതെന്ന് പറയണം. കുറ്റകരമായിട്ടുള്ള മൗനം അടക്കി വയ്ക്കൽ സർക്കാർ കഴിഞ്ഞ 4.5 വർഷമായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ സർക്കാരും ഇതിന് അതിനകത്തൊരു പ്രശ്നം നേരത്തെ തന്നെ അത് DGPക്ക് ഈ സർക്കാർ നിർദ്ദേശപ്രകാരം DGP പരാതികളൊക്കെ പരിശോധിക്കുകയും ഇതിലെ ഊരും പേരും ഇല്ലാത്ത പരാതികൾ എങ്ങനെ പരിഗണിക്കും എന്നൊരു വിവരം സർക്കാരിന് DGP നൽകുകയും ചെയ്തു എന്നാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റിസ് ഹേമയെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്ക് മുന്നിൽ സ്ത്രീകൾ വന്ന് പറയുന്നുണ്ട്. ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് വോളണ്ടറിലി ഒരു പരാതി, ഇപ്പം ഒരു കൊഗ്നിസബിൾ ഒഫൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കേസ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. ഇനി സ്ത്രീകൾ മുന്നിട്ട് വന്നില്ല എന്നുള്ളതാണ് സാങ്കേതികമായിട്ട് ഇവർ കാണുന്നതെങ്കിൽ ഏത് തരത്തിലാണ് സ്ത്രീകളെ വിശ്വാസ്യതയിലെടുത്ത് നിങ്ങൾ മുന്നോട്ട് വരൂ, നിങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? രണ്ടാമത്തെ കാര്യം, ഞാൻ സംശയിക്കുകയാണ്, ഈ സിനിമയിലെ പവർ ലോബി എന്ന് പറയുന്ന ഈ ലോബി ഒരുപക്ഷെ കണ്ട് വായിച്ചതിന് ശേഷമാണോ ഈ ഒരു ഡോക്യുമെന്റ് ഇന്ന് പൊതുസമൂഹത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അത്ഭുതപ്പെടുകയും സംശയിക്കുകയും ചെയ്യുകയാണ്. കാരണം നമുക്ക് ഇരകളുടെ പേര് യാതൊരു കാരണവശാലും വെളിപ്പെടുത്താൻ പാടില്ല. പക്ഷേ അതായത് ഈ പവർ ലോബിക്ക് ഓൾറെഡി ഇതെല്ലാം ചോർന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് താങ്കൾ സംശയിക്കുകയാണെന്നാണ്? അല്ല, അങ്ങനെ നമ്മൾ സംശയിച്ചാൽ പോലും ഒരിക്കലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആരുടെ പേര് സംരക്ഷിക്കാൻ അതിന്റെ അർത്ഥം അല്ല ഈ 15-അംഗ പവർ ലോബിക്ക് ഈ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും ഒക്കെ മേൽ വലിയ സ്വാധീനമുണ്ടെന്നാണോ ശ്രീമതി വീണ താങ്കൾ പറഞ്ഞത്? ഞാനൊരു കാര്യം പറയട്ടെ. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മുടെ ചാനലുകളിൽ സംവിധായകൻ വിനയൻ നൽകിയിട്ടുള്ള ചില പ്രസ്താവനകൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 15-അംഗ പവർ ലോബിയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി, അദ്ദേഹം ഇന്ന് മന്ത്രിയാണ് എന്ന് ഉള്ള തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. ഒരു പ്രമുഖ താരം ഈ പവർ ലോബിക്കെതിരെ ശബ്ദമുയർത്തിയപ്പോൾ അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയും സീരിയലിൽ അഭിനയിക്കാൻ വന്നപ്പോൾ ആത്മയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അവിടെയും അദ്ദേഹത്തിന്റെ അവസരങ്ങൾ നിഷേധിക്കാൻ വേണ്ടി ഇടപെടലുകൾ നടത്തി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്ന നടൻ മലയാളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നടന്മാർ, ഒരു മഹാനടനാണ്.
അദ്ദേഹം ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പണി ചെയ്ത് കുടുംബം പുലർത്താനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണ സ്ത്രീകളുടെ ഒരു നിസ്സഹായാവസ്ഥ സിനിമാ മേഖലയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ നേരിട്ടിട്ടുള്ള പ്രയാസങ്ങളെക്കുറിച്ച് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളോട് പറയൂ എന്ന് ഒരു ജസ്റ്റിസിനെ മുൻനിർത്തി ഒരു അവസരം കൊടുക്കുമ്പോൾ പോലും സ്ത്രീകൾ മ്യൂട്ടായി പോവുകയാണ്, പറയാൻ പറ്റാതെ മനസ്സിലായി. വീണ്ടും ചർച്ചയിലേക്ക് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി കൂടി നമ്മളോടൊപ്പം ചേരുന്നു. തമ്പി സാർ, 2 ചോദ്യങ്ങളാണ് എനിക്ക് താങ്കളോട് ആദ്യമുള്ളത്. ഒന്ന്, ഒരു നിയമവിദഗ്ധൻ എന്ന നിലയിൽ താങ്കളുടെ അഭിപ്രായം അറിയേണ്ടതാണ്. മറ്റൊന്നൊരു രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ്. ഈ ലൈംഗിക ചൂഷണം അടക്കമുള്ള പരാതികൾ മൊഴിപ്പകർപ്പായി കമ്മിറ്റിയുടെ മുൻപിൽ കിട്ടിയിട്ടും നിയമ നടപടിക്ക് വ്യക്തമായ ശുപാർശ ഉണ്ടായിട്ടും സർക്കാർ നിയമ നടപടികൾ സ്വീകരിക്കാതിരുന്നതിന് എന്തെങ്കിലും ഒരു ന്യായീകരണമുണ്ടോ? രണ്ടാമത്തെ കാര്യം, നേരത്തെ സംവിധായകൻ വിനയൻ പറഞ്ഞ കാര്യമാണ്, ഇവിടെ ശ്രീമതി വീണ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് ഈ 15 പേരുടെ ഈ പവർ ഗ്യാങ്ങിനകത്ത് ഒരു മന്ത്രി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അയാളെ സംരക്ഷിക്കേണ്ട ഒരു രാഷ്ട്രീയ ബാധ്യത ഉള്ളതുകൊണ്ടാണോ ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ അടയിരുന്നത്? അല്ല, ആമുഖമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം ഈ റിപ്പോർട്ടിലേക്ക് എത്തിയ സാഹചര്യം എന്തായിരുന്നു, ഈ റിപ്പോർട്ട് തുടങ്ങുവാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു. അതിജീവിതയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒക്കെ കൊണ്ട് അതിജീവിതയോടൊപ്പം തന്നെ ആദ്യം മുതൽ നിന്ന ആളുകളാണ് എന്നെ പോലെയുള്ള ആളുകൾ. നമുക്കറിയാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൊലപാതകത്തിന് കൊട്ടേഷൻ കൊടുക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത അതിദാരുണമായ ഒരു സംഭവം, ഞെട്ടിപ്പിക്കുന്ന സംഭവം നമ്മുടെ കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഉണ്ടായി. ആ കേസിൽ ഉൾപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു കമ്മീഷനെ നിയമിക്കുവാൻ കേരള ഗവൺമെന്റ് തയ്യാറായി. അല്ലെങ്കിൽ കേരള ഇതുപോലെ പുരോഗമനപരമായ പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള നമ്മുടെ മലയാള സിനിമയിലും അത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കുവാൻ തയ്യാറായി. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കമ്മീഷനെ നിയമിച്ചപ്പോൾ വെറുതെ ഒരു കമ്മീഷനെ നിയമിക്കുകയല്ല ചെയ്തത്, മറിച്ച് കേരളം കണ്ട ഏറ്റവും ശക്തയായ ഒരു വനിതാ ജഡ്ജിയെ തന്നെ, ജസ്റ്റിസ് ഹേമയെ പോലെയുള്ള ധീരയായ ഒരു വനിതാ ജഡ്ജിയെ തന്നെ ഒരു കമ്മീഷനായി വെക്കുകയും ആ കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നു. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കമ്മീഷൻ തുടങ്ങിയപ്പോൾ തന്നെ ആ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മീഷൻ സൂചിപ്പിച്ചത്, ഈ കമ്മീഷനിൽ മൊഴി കൊടുക്കുന്നവരുടെ ആരുടെയും പേരുകൾ ഇതിൽ രേഖപ്പെടുത്തുകയില്ല. ഏതാണ്ട് 450ഓളം പേജ് വരുന്ന ഡെപ്പോസിഷൻസ്, മൊഴികളുണ്ട്. ഈ മൊഴികളിൽ ആരും തന്നെ ആരാണ് ഈ മൊഴി നൽകിയതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ മൊഴികൾ അങ്ങനെ അവരുടെ മൊഴികൾ പേരുകൾ രേഖപ്പെടുത്തത്തില്ല. അത് രഹസ്യ സ്വഭാവമുള്ളതായിരിക്കുമെന്ന് ഈ മൊഴി കൊടുത്തവരുടെ കൂടി പറഞ്ഞിട്ടാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണം, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു നടിയാണെന്ന് വെക്കുക. ആ നടി ആ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ പേര് ഒരിക്കലും പുറത്തു വരില്ല, നിങ്ങളുടെ പേര് രേഖപ്പെടുത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ കമ്മീഷന്റെ ഫൈൻഡിങ്സ് വന്നിരിക്കുന്നു. ഒറ്റ മിനിറ്റ് തമ്പി സാർ, ഇത്രയും പറഞ്ഞ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ. അതായത് താങ്കൾ പറഞ്ഞത് ഈ പേര് രേഖപ്പെടുത്തില്ല എന്ന ഉറപ്പിന്റെ ഫലത്തിലാണ് ഈ മൊഴികൾ കൊടുത്തതെന്നാണ്. അപ്പോൾ ഈ അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ കമ്മീറ്റിയോട് വിശദീകരിക്കുമ്പോൾ അവർ ചില ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്, ചില ശബ്ദരേഖ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ചില വാട്സാപ്പ് ചാറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പേര് അടയാളപ്പെടുത്താതെയാണോ കമ്മിറ്റി പരിഗണിച്ചത്? അല്ല, കമ്മിറ്റിക്ക് തീർച്ചയായിട്ടും അറിയാം, കമ്മിറ്റിക്ക് അറിയാം. പക്ഷെ അത് എല്ലാം രഹസ്യ സ്വഭാവമുള്ളതായിരിക്കും എന്ന് കമ്മിറ്റി വ്യക്തമാക്കിയിരുന്നു. പക്ഷെ ഇതിന്റെ ഫൈൻഡിങ്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. യാതൊരു സംശയവുമില്ല, ആ ഫൈൻഡിങ്സ് വളരെ ഗൗരവമുള്ളതാണ്, ഗുരുതരമാണ്. അങ്ങനെ ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ 2024 പുരോഗതിയുടെ ഉത്തംഗ ശൃംഗത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ സ്ത്രീകൾ നേരിടുന്ന ഒരു പൊതുപ്രശ്നമാണിത്. അത് സിനിമാ രംഗത്തെ മാത്രം പ്രശ്നമായി കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാ രംഗത്തും സ്ത്രീകൾ എന്ന് അനുഭവിക്കുന്ന ഒരു പൊതു സ്വഭാവത്തിന്റെ ഒരു സിനിമാ രംഗം കൂടുതൽ ഉണ്ടാകും. സ്വാഭാവികമായും ഗ്ലാമറിന്റെ ലോകമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് കൂടുതലുണ്ട് ഈ പ്രവണത എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിനോട് വിയോജിക്കുന്നില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ നമ്മുടെ എല്ലാ സമസ്ത രംഗങ്ങളിലും സ്ത്രീ സമൂഹം ഇന്നും അനുഭവിച്ചു പോരുന്നു എന്ന് ഞെട്ടിപ്പിക്കുന്ന സത്യം ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങ് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ റിപ്പോർട്ട് അല്ല സാർ, എന്റെ ആദ്യത്തെ ചോദ്യത്തിന് ഒരു മറുപടി എനിക്ക് കിട്ടിയതായി തോന്നുന്നില്ല.
സാർ, എനിക്ക് അതെ, ആദ്യത്തെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി ചോദ്യത്തിന് കിട്ടിയതായി തോന്നിയില്ല. അതായത് നിയമ അതെ. നടപടി എടുക്കുന്നതിന് സർക്കാരിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നു എന്നാണ്. പിന്നെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഇത് സിനിമാ മേഖലയിലെ മാത്രം പ്രവണതയല്ല, സമൂഹത്തിൽ ഒന്നാകെ പല തൊഴിൽ മേഖലകളിലും കാണുന്ന പൊതുവായ പ്രവണതയാണെന്ന്. അങ്ങനെ പറയുമ്പോഴും ഒരു പ്രശ്നം, ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്ന സംഭവം, ഡൽഹിയിലെ നിർഭയ കേസ്, ഇതൊക്കെ ഒറ്റപ്പെട്ട കേസുകളിൽ എന്ന നിലയിൽ, ഒരു ക്രിമിനൽ ആക്ട് എന്ന നിലയിൽ അതിൽ വേണ്ട നിയമ നടപടികൾ ഉണ്ടാവുകയും അത് ഉണ്ടാകേണ്ടതുമാണ്. അങ്ങനെയാണല്ലോ മാതൃകാപരമായ ശിക്ഷയൊക്കെ ഉണ്ടാകേണ്ടത്. ഇവിടെ മലയാളത്തിലെ ആദരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട നടന്മാരും ചില സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ ചേരുന്ന ഒരു വലിയ സംഘം സ്ത്രീകളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങളും പരാതികളും നിലനിൽക്കുമ്പോൾ അതെങ്ങനെയാണ് കേസിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് എന്നതിൽ എനിക്കൊരു വ്യക്തമായ ഉത്തരം കിട്ടിയില്ല സർ. അല്ല, കേസിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതല്ല ഞാൻ സൂചിപ്പിച്ചത് ഇത് ഈ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തില് രണ്ട് തലത്തിൽ അതിനെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരുടെയും പേര് ഈ റിപ്പോർട്ടിലില്ല. ഈ മൊഴികളൊന്നും തന്നെ ഗവൺമെന്റിന് ഈ റിപ്പോർട്ടിനോടൊപ്പം അനക്സ് ചെയ്ത് കമ്മീഷൻ കൈമാറിയിട്ടില്ല. ഈ റിപ്പോർട്ട് നമ്മളെല്ലാവരും വായിച്ചതാണ്. ഈ റിപ്പോർട്ടില് ഒരു വ്യക്തിയുടെയും പേര് പിൻ പോയിന്റ് ചെയ്ത് പറയുന്നില്ല. ഒരു കുറ്റക്കാരന്റെയും പേര് പിൻ പോയിന്റ് ചെയ്ത് പറയുന്നത്. അങ്ങനെ പറയാതെ ഈ റിപ്പോർട്ട് ആകെ എടുത്തുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായവും എനിക്കില്ല. ഈ റിപ്പോർട്ടിന്റെ പേരിൽ സ്വാഭാവികമായും അഭിപ്രായം സ്വരൂപിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകണം. ഈ റിപ്പോർട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായം സ്വരൂപിക്കാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടി ഒരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാൻ പോലും ഗവൺമെന്റിന് കഴിയും. കാരണം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യുന്നത്? FIR എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ കഴിയും? കാരണം FIR രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആരുടെ പേരിൽ അന്തരീക്ഷത്തിൽ നിന്ന് ആളുകളെ എടുത്ത് FIR, ഊഹാപോഹങ്ങൾ, സസ്പീഷൻ ഹവർ സ്ട്രോങ്, ദാറ്റ് ഈസ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ലീഗൽ എവിഡൻസ്. സംശയം ഇപ്പോൾ 15 പേരുടെ പറയാൻ തയ്യാറാകൂ. ഈ പറയുന്നത് പറയട്ടെ, ആരാണ് ഈ 15 പേർ? അവിടെ എന്തെങ്കിലും വെറുതെ പറയാൻ കഴിയുക? അങ്ങനെ ഈ കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗൗരവതരമായ ആരോപണങ്ങൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്ന് തമ്പി സാർ, അങ്ങനെയാണെങ്കിൽ വീണ്ടും എൻ്റെ മറ്റൊരു സംശയം, അതായത് ഇതിൽ ഈ മൊഴി നൽകിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ പരാതിക്കാരായി മാറുകയാണെങ്കിൽ അവർ കോടതിയെ സമീപിച്ചാൽ ഈ മൊഴിപ്പകർപ്പ് അവർക്ക് കിട്ടില്ലേ? അപ്പോൾ ഇതിന്റെ സ്വകാര്യത എന്ന് പറയുന്നത് ആ നിലയ്ക്ക് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമോ? അല്ല, തീർച്ചയായിട്ടും ഇതൊരു കേസായി കഴിഞ്ഞാൽ, ഒരു ക്രൈം ആയി കഴിഞ്ഞാൽ ഇതിന്റെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുകയില്ല. പക്ഷെ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ഒരു എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടല്ല. ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ഈ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഭാവിയിൽ സിനിമാ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി, ഇനിയും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ രംഗത്ത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഉള്ള മെഷേഴ്സ് എടുക്കാൻ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ട് നമ്മൾ പ്രധാനമായും അതിന്റെ ഉദ്ദേശിക്കുന്നതിന്റെ അന്തസത്ത ഏതാണ്? കാരണം ഈ പ്രവണത അവസാനിപ്പിക്കണം. ഇനി ഇത്തരം പ്രവണതകൾ സിനിമാ രംഗത്ത് ഉണ്ടാകാൻ പാടില്ല. അതിന് ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിൽ നിന്നും എന്തെങ്കിലും കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ് റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ വ്യക്തികൾ വരുന്നുണ്ടെങ്കിൽ, പേരുകൾ വരുന്നുണ്ടെങ്കിൽ, ഇതിന്റെ രൂപവും ഭാവവും മാറും. യാതൊരു സംശയമില്ല. അല്ല തമ്പി സാർ, എനിക്ക് ഇപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാത്ത താങ്കൾ പറഞ്ഞ ഒരു ലോജിക്ക്, ഈ റിപ്പോർട്ടിൽ ഏറ്റവും ഗുരുതരം എന്ന് എനിക്ക് തോന്നിയ ഒരു ഭാഗമാണ് നടി ആക്രമിക്കപ്പെട്ട പോലെയുള്ള സംഭവങ്ങൾ നിരവധി ഈ സിനിമാ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നു മാത്രമാണ് പുറത്തു വന്നതെന്ന്. അതിനെ ലാഘവത്തോടുകൂടി നമുക്ക് കാണാൻ കഴിയുമോ? ഇത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു ശുദ്ധീകരണത്തിനും സമൂലമായ പരിഷ്കരണത്തിനും ഒക്കെ അതിന് സഹായകരമാകുന്ന ഒരു അന്വേഷണ, അതല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ വരുന്ന റിപ്പോർട്ട് മാത്രമാണെങ്കിൽ, ഇതിനകത്ത് ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമുള്ള കൃത്യങ്ങളോട് നമ്മൾ മുഖം തിരിഞ്ഞു നിൽക്കണം, അതിനെ കണ്ണടയ്ക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? അതിനോട് കണ്ണടയ്ക്കണമെന്നാണോ? ഒരിക്കലുമല്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, ഇതിലെ ഫൈൻഡിങ്സ് നമ്മൾ വളരെ ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഗൗരവമായി എടുക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ പോലും അതിന്റെ എന്താണ് നെക്സ്റ്റ് കോഴ്സ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സപ്പോസ് ഗവൺമെന്റ് ഒരു ആക്ഷൻ എടുക്കുന്നു എന്ന് തന്നെ വെക്കുക, A അല്ലെങ്കിൽ B എന്ന വ്യക്തിക്കെതിരെ ഒരു FIR എടുക്കുന്നു എന്ന് വെക്കുക. അതിൽ കംപ്ലൈന്റ് എന്ന് പറയുന്ന വ്യക്തി പുറത്തുനിന്ന് പറയുക, ഞാൻ അങ്ങനെ രഹസ്യമായി അന്ന് തന്നെ പറഞ്ഞതേ ഉള്ളൂ, എനിക്കങ്ങനെ കേസേ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ കേസിന്റെ ഫേറ്റ് എന്തായിരിക്കും? അപ്പോൾ അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഈ റിപ്പോർട്ട്
കുറേയേറെ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് മുഴുവൻ വായിച്ച ആളാണ്. വളരെ ഗുരുതരമായ മനോഹരമായ ആംഗലേയ ഭാഷയില് വളരെ ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ ആ റിപ്പോർട്ടിൽ നടത്തിയിട്ടുണ്ട്. കുറെ ഗുരുതരമായ 15ഓളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒറ്റൊരാളിന്റെ പേര് പോലും ആ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടില്ല. ഒരു വ്യക്തിയുടെ പേര് പോലും ഒരു സംശയത്തിന്റെ എന്താ പറയാ ഒരു സൂചന, ഒരു ക്ലൂ, നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് ഈ ക്രിസ്മസ് ക്ലൂ തോന്നുന്ന ഒരു പ്രതിക്കെതിരെ ഒരു ക്ലൂ തോന്നുന്ന കാര്യം പോലും ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല, ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള അഭിപ്രായം അല്ല ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായം ഗവൺമെന്റ് തീർച്ചയായിട്ടും ഇക്കാര്യത്തില് ഒരു നയരൂപീകരണം നടത്തണം, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു നിയമജ്ഞരുടെ ഒരു സംഘത്തെ ഇതിന്റെ എന്താണ് ചെയ്യാൻ കഴിയുക ഈ റിപ്പോർട്ടിൽ ഏൽപ്പിക്കണം. ഒരു സംശയം കൂടി, ഇതിനകത്ത് ഒരു പൊതു താല്പര്യം നിലനിൽക്കുമോ? ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നിലനിൽക്കുമോ? തീർച്ചയായിട്ടും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ നിലനിൽക്കും. കാരണം ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ എല്ലാം തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ ഇതിൽ തീർച്ചയായിട്ടും ഇടപെടാൻ കഴിയും. ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇടപെടാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു എന്താ പറയാ ഒരു മഞ്ഞുമലയുടെ ചെറിയ അഗ്രം മാത്രമാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇനിയും ഈ റിപ്പോർട്ട് നൽകുന്ന ശക്തിയിൽ, അല്ലെങ്കിൽ ഈ പൊതുസമൂഹം നമ്മളെ പോലെയുള്ള ആളുകൾ ഇത്തരത്തിൽ നടത്തുന്ന ചർച്ചകളുടെ ശക്തിയിൽ ഇതിൽ മൊഴി കൊടുത്ത ഒരാളെങ്കിലും പുറത്തു വന്നുകൊണ്ട്, ഇതിൽ മൊഴി കൊടുത്തു എന്ന് പറയുന്ന ഒരാളെങ്കിലും പുറത്തു വന്നുകൊണ്ട് ഞാനാണ് ഇതിൽ മൊഴി കൊടുത്തത്, ഞാൻ ഇങ്ങനെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള ആർജവം ഇതിൽ മൊഴി കൊടുത്ത ഏതെങ്കിലും സിനിമാ പ്രവർത്തകർ കാണിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇതിലൊരു കേസ് ഉണ്ടാകും, ഒരു ക്രൈം ഉണ്ടാകും. ഇതിൽ എത്ര വലിയവരായാലും ശരി, എത്ര വലിയ മഹാരഥന്മാരായാലും ശരി, അവർ നിയമത്തിന്റെ മുമ്പിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ വരാത്തിടത്തോളം കാലം, ആരും വരാത്തിടത്തോളം കാലം നമുക്ക് ഈ അദൃശ്യരായ ശക്തികളെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ശരി, ശ്രീമതി വീണ, താങ്കൾ കൈ ഉയർത്തി ഞാൻ കണ്ടു. ഞാനൊരു ചെറിയ ഇടവേള എടുക്കുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കാനുള്ള കാരണവും ഒക്കെ ഈ WCC പോലൊരു സംഘടന ഉണ്ടായതിന് ശേഷമാണ്. താങ്കൾ തന്നെ ഈ ചർച്ചയിൽ പറഞ്ഞു WCCയുടെ വരവിനെ താങ്കൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടതെന്ന്. പക്ഷെ ആ WCC പോലും ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല. പകരം ഈ പ്രവണതകൾ മാറ്റുന്ന തരത്തിലുള്ള ഇടപെടലുകൾ വേണം എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഭാഗ്യലക്ഷ്മിയെ പോലെ ഒരാൾ ഇത്തരം സാമൂഹിക വിഷയങ്ങളിലും സ്ത്രീകളുടെ അവകാശങ്ങൾക്കുമൊക്കെ വേണ്ടി ഇടപെടുന്ന ഒരാൾ ഈ കാര്യങ്ങളിൽ, ഈ സ്ത്രീകൾക്കെതിരായിട്ടുണ്ടായിട്ടുള്ള ലൈംഗിക ചൂഷണത്തിന്റെ കാര്യത്തിൽ ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ അവർക്കെതിരെ നിയമപരമായ നടപടികൾ ഉണ്ടാകണം എന്ന ആവശ്യവുമായി മുന്നിൽ നിൽക്കുമോ, ഫൈറ്റ് ചെയ്യുമോ? ഗോപികൃഷ്ണൻ, ഞാൻ വീണ്ടും 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 പറയുന്നു, ഒരു സ്ത്രീ ധൈര്യമായി മുൻപോട്ട് വന്ന് ഞാനാണ് ഈ കൊടുത്ത 62 പേരിൽ ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരോടൊപ്പം നിൽക്കും, ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരാളെങ്കിലും, ഞാൻ പറഞ്ഞതിനോട് തന്നെയാണ് പ്രിയദർശൻ തമ്പി സാറും ഇപ്പൊ സംസാരിച്ചത്. ഇതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. നേരത്തെ ഗോപികൃഷ്ണൻ ചോദിച്ചു, നമ്മുടെ അതിജീവിതയുടെ സംഭവത്തിന് സമാനമായ സംഭവങ്ങൾ ഈ രംഗത്തുണ്ടായിട്ടുണ്ട് എന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു എന്ന്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആരോടാണ് ചെയ്തത്, ആരാണ് ചെയ്തത് എന്നത് അവിടെ ഇരിക്കട്ടെ, ആരോടാണ് ചെയ്തത്, ഇനി അതാരോടാണ് ചെയ്തത്, അതാരാണ് ചെയ്തത്, ഇത് എന്തെങ്കിലും ഒന്ന് വേണോ? ഫൈനലി എനിക്ക് പിന്നെ അഡ്വക്കേറ്റ് മിനി പറയുന്നത് കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ 5ഉം 6ഉം കേസുമായി മുൻപോട്ട് പോകുമ്പോൾ നമ്മളോട് തെളിവുകൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരു തെളിവ് കൊണ്ട് കൊടുക്കുമ്പോൾ അടുത്ത തെളിവ് വേണം, അത് കൊടുക്കുമ്പോൾ അടുത്തത് വേണം. ഇവിടെ മിനി പറയുന്നു ഒന്നിൻ്റെയും ആവശ്യമില്ല, ആരാണ് വിക്ടിം എന്ന് അറിയേണ്ട കാര്യമേ ഇല്ല, അക്യൂസ്ഡിന്റെ പേര് മാത്രം മതിയെന്ന്. അക്യൂസ്ഡിന്റെ പേര് മാത്രം മതിയെങ്കിൽ ഈ രാജ്യത്ത് ആർക്കെതിരെയും എന്ത് കേസും ആർക്കും കൊടുത്തുകൂടെ? കോടതി അങ്ങോട്ട് ഉടനെ ഇതങ്ങോട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ അർത്ഥം. എനിക്ക് എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ചോദിക്കുന്നതാണ്, ഒരു ആരോപണം ഒരാൾക്കെതിരെ ഉന്നയിച്ചാൽ, ആ നേരത്തെ ഏതോ ഒരു നാട്ടിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു, അവർ ഒപ്പ് ശേഖരണം നടത്തി. ആ ഒപ്പ് ശേഖരണമെങ്കിലും ഇവിടെ സംഭവിക്കണ്ടേ? അറ്റ്ലീസ്റ്റ് ആ ഒപ്പ് ശേഖരണമെങ്കിലും. ഇവർ ഈ പറയുന്ന സംഭവം അതാരാണ് എന്താണെന്നൊന്നും അറിയില്ല, അങ്ങനെ ഒരു സ്ത്രീക്ക് ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറയാനെങ്കിലും ഇവിടെ ആളുകൾ വില്ലിങ് ആവണ്ടേ? ഒരു സാക്ഷി ഉണ്ടാവില്ല, ഒരു തെളിവുകൾ കയ്യിലുണ്ടാവില്ല.
ഈ പിന്നെ മൊബൈൽ സ്ക്രീൻഷോട്ട് കാണിച്ചു എന്ന് പറയുന്നു. അത് ഞാൻ ഇന്നലെ കേട്ടു. ശബ്ദ സന്ദേശമുണ്ട്, മൊബൈൽ സ്ക്രീൻഷോട്ടും ഉണ്ട് ആണല്ലോ. അപ്പം ആരാണ് അയച്ചതെന്നും അത് ആരുടെ ശബ്ദമാണെന്നും ഒരു വ്യക്തതയുണ്ട്. അത് വെച്ച് കേസ് ഫയൽ ചെയ്യാൻ വിക്ടിം തയ്യാറാവണം. വിക്ടിം തയ്യാറായാലല്ലേ അത് വെച്ച് കേസ് ഫയൽ ചെയ്യാൻ പറ്റൂ. അവിടെ ചെല്ലുമ്പോൾ കോടതി ഇത് സാർ ഇത് വിക്ടിം ഒന്നും പുറത്തേക്ക് വരില്ല, ഇത് അനോണിമസ് ആയിട്ട് വന്ന ഒരു സാധനമാണെന്ന് പറയുമ്പോൾ ആ അനോണിമസ് ആയിട്ട് വന്ന ഒരു ശബ്ദ സന്ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടിൻ്റെയോ പേരിൽ ഇവിടെ കേസ് കോടതിക്ക് എടുക്കാൻ പറ്റുമോ? അറസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം, FIR ഇടാൻ പറ്റുമായിരിക്കാം. ഇവർ പറയുന്ന ആ വ്യക്തിക്കെതിരെ, ആ അക്യൂസ്ഡിനെതിരെ FIR ഇടാൻ സാധിക്കുമായിരിക്കാം. ഫൈനലി ഇത് പോയി നിൽക്കേണ്ടത് കോടതിയിലാണല്ലോ. ഇന്ന് നമ്മുടെ മുമ്പിൽ കണ്ട് മിനിക്ക് അറിയാവുന്ന ഒരു കാര്യമല്ലേ നമ്മുടെ അതിജീവിത കോടതിക്കുള്ളിൽ അപമാനിക്കപ്പെട്ട വിഷയം. ഇതാണ് സ്ത്രീകൾ മുൻപോട്ട് വരാത്തത്. അങ്ങനെ മുൻപോട്ട് വന്നിട്ട് പോലും ഇവിടെ സ്ത്രീക്ക് നീതി ലഭിക്കുന്നില്ല പലയിടങ്ങളിലും. അതുകൊണ്ട് തന്നെ ഇത് ഒരു സ്ത്രീയെങ്കിലും മുൻപോട്ട് വരണം. വന്നാൽ മാത്രമേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോ അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ഒക്കെ അധ്വാനിച്ച് ഇത്രയും പണം ചെലവാക്കിയ പൊതുജനത്തിന്റെ പണം ചെലവാക്കിയ ഈ വിഷയത്തിൽ ഒരു സത്യസന്ധമായ നടപടി വേണമെങ്കിൽ ഒരാൾ മുൻപോട്ട് വരണം. ശ്രീമതി വീണ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് നേരത്തെ? അതായത് ഇന്നത്തെ പത്രത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം വായിച്ചിട്ടുണ്ടാവും എല്ലാവരും. പ്രധാന റിപ്പോർട്ടിൽ 296 പേജുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന പേരിൽ 48, 49 എന്നീ ഖണ്ഡികകളും 165 മുതൽ 169 വരെയുള്ള ഖണ്ഡികകളും ഒഴിവാക്കിയതിനു പുറമെ 61 പേജുകളും പല ഭാഗങ്ങളിലായി സാംസ്കാരിക വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ സാങ്കേതിക പ്രവർത്തകരായ വനിതകൾ അടക്കം നൽകിയിട്ടുള്ള മൊഴികൾ അടങ്ങുന്ന 400 പേജ് വരുന്ന ഭാഗവും പുറത്തുവിട്ടിട്ടില്ല. ഇവിടെ മുൻപ് സംസാരിച്ചവരൊക്കെ പറഞ്ഞു ഇതിനകത്ത് ആരുടെയും പേര് പുറത്തു വന്നിട്ടില്ല. ഈ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെന്റിൽ ആരുടെയും പേര് കൊടുത്തിട്ടില്ല. വസ്തുതയാണ്. ഞാനും ആ ഡോക്യുമെന്റിലൂടെ ആ റിപ്പോർട്ടിൽ കൂടെ വായിച്ച ഒരാളാണ്. ആരുടെയും പേരില്ല. പക്ഷേ ഇതിനകത്ത് കൃത്യമായി ഈ പരാതി അല്ലെങ്കിൽ സങ്കടം ബോധിപ്പിച്ച വനിതകൾ ആരാണ് അവരെ ഉപദ്രവിച്ചിട്ടുള്ളതെന്നുള്ള പേരുകൾ അവര് കമ്മീഷന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഇരകളുടെ പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് ആരാണ് ഇത് ചെയ്തത്? ഇപ്പൊ ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. ഗവൺമെന്റിന് കൃത്യമായും വ്യക്തമായിട്ടും അറിയാം ഇതിനകത്ത് ആരൊക്കെയാണ് പ്രതികൾ എന്നുള്ളത്, പ്രതികളായി വരാൻ പോകുന്നതെന്നുള്ള അടുത്തൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 4.5 വർഷമായിട്ട് കുറ്റകരമായ മൗനം പാലിച്ചുകൊണ്ട് ഈ ഡോക്യുമെന്റിനെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അടവെച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 4.5 വർഷം മുമ്പ് സ്ട്രോങ് ആയിട്ടൊരു സ്റ്റെപ്പ് ഗവൺമെന്റ് ഇതിനകത്ത് എടുത്തിരുന്നുവെങ്കിൽ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് 100 കണക്കിന് പെൺകുട്ടികൾ സിനിമാ മേഖലയിൽ വീണ്ടും ചൂഷണത്തിന് വിധേയമാകുന്ന അവസ്ഥയെ നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു. ഗവൺമെന്റ് കൂടെ ചേർന്ന് ഒരു ക്രൈമിന് മൗനമായിട്ട് കൂട്ടുനിന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. അഡ്വക്കേറ്റ് ടി ബി മിനി, IPC 354 അനുസരിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചതടക്കം കേസെടുക്കാൻ ഉള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അതെടുക്കാൻ കഴിയാത്ത അവസ്ഥ സർക്കാരിനുണ്ട് എന്നാണ് തമ്പി സാർ ഉൾപ്പെടെ പറയുന്നത്. ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരാളാണ് തമ്പി സാറ്. പക്ഷെ തമ്പി സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. തമ്പി സാർ അത് ആ റിപ്പോർട്ട് ഇപ്പൊ നമ്മൾക്ക് ഇതിന്റെ സത്യാവസ്ഥ എന്താ? പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടിൽ ആരുടെയും പേരില്ല എന്നതാണ്. ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനെതിരായിട്ടുള്ള ആളുകൾ പറയുന്നത് പോലെ അനോണിമസ് ആയിട്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളെന്നോ ഇമെയിൽ സന്ദേശങ്ങളെന്നോ അല്ല. കൃത്യമായും പോലീസിന്റെ സംവിധാനം ഉപയോഗിച്ച് നോട്ടീസ് കൊടുത്ത് വിറ്റ്നസിനെ കണ്ട് സംസാരിച്ച് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് അവർ ആ കമ്മീഷന്റെ ആ പ്രൊസീജിയറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു തരത്തിലും പഴുതില്ലാത്ത നിലയിലാണ് അവർ ആ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോ വിട്ടിരിക്കുന്ന റിപ്പോർട്ടിന്റെ ശകലത്തിൽ അതൊന്നുമില്ല എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾ ആ 31ാമത്തെ ഇപ്പൊ വിട്ടിരിക്കുന്നതിൽ തന്നെ 31ാമത്തെ പാരഗ്രാഫ് മുതൽ 38ാമത്തെ പാരഗ്രാഫ് വരെയുള്ള റിപ്പോർട്ടിന്റെ ഭാഗം വായിച്ചു നോക്കൂ. എത്ര സൂക്ഷ്മമായിട്ടാണ് അവര് ഈ പ്രൊസീജിയർ അവര് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ വിറ്റ്നസ് ഉണ്ട്, വിറ്റ്നസ് കൊടുത്ത മൊഴികളുണ്ട്. ആ മൊഴികളുമായി ബന്ധപ്പെട്ട സബ്സിക്വന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നല്ല, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. അതൊക്കെ സർക്കാരിന് കൊടുത്തിരിക്കുന്ന ഒറിജിനൽ റിപ്പോർട്ടിൽ അവൈലബിൾ ആണ്.
ഇനി നേരത്തെ ഭാഗ്യലക്ഷ്മി എന്നെ കളിയാക്കിക്കൊണ്ട് സംസാരിച്ചില്ലേ, നമ്മുടെ സംസ്ഥാനത്തെയും കേന്ദ്രത്തിന്റെയും ഈ ഇന്റലിജൻസ് ആൻഡ് പോലീസ് സംവിധാനം എന്ന് പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല. ഏതൊരു പ്രതിനെയും ഏതൊരു വാദിയെയും പാതിരാത്രിക്ക് തന്നെ നിമിഷങ്ങൾക്ക് ഉള്ളിൽ തന്നെ പൊക്കാനായിട്ടുള്ള കരുത്തും സംവിധാനങ്ങളുമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പോലീസ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു മൊഴി, ഒരു വാട്സാപ്പിൽ ഒരു സന്ദേശം പോലും മണിക്കൂറുകൾക്കുള്ളിൽ അവർ പൊക്കിയടിക്കും. അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ സർക്കാരിന്റെ കയ്യിലുള്ള മുഴുവൻ റിപ്പോർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല. ആ റിപ്പോർട്ടിൽ ആരുടെയൊക്കെ പേരുണ്ടെന്നോ ആരൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ടെന്നോ ഭാഗ്യലക്ഷ്മിയോ ക്ലാരിറ്റി വരുത്താണ്. ഇതിന്ന് ആരും രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഇത് വളച്ചൊടിക്കുക ചെയ്യുന്ന, നിങ്ങൾ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് പിന്നെ അല്ലല്ല ഞാൻ പറയുന്നത് പ്രതിയെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമല്ല. നോ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ പ്രതിയെ കണ്ടുപിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഈ വാദി മുമ്പോട്ട് വരിക എന്നാണ് ഞാൻ പറയുന്നത്. വാദി മുമ്പോട്ട് വന്ന് പറയാത്തിടത്തോളം കാലം പോലീസുകാർക്കും ബുദ്ധിമുട്ടായിരിക്കും. പോലീസിനെ ഒന്നും ഇവിടെ ആരും കുറച്ച് പറഞ്ഞില്ല. കോടതിയുടെ മുൻപാകെ വരുമ്പോൾ ഞാൻ പാനലിസ്റ്റുകളോട് ഒരു കാര്യം ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കാരണം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് വേണ്ടി എത്തുകയാണ്. അതിലേക്ക് നമുക്ക് തത്സമയം പോകേണ്ടതുണ്ട്.